ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫിലിമിൻ്റെ ടൈറ്റിൽസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കോഡ്സ് കാര്യങ്ങളൊക്കെ പല മോഡൽ എഴുതിയത് കാണാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അത് ഏത് ഫോണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഫോണ്ട് യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഫൈനൈറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ആപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ് ഉണ്ടാവുക. ഇതിൽ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ലോക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് കണക്കായിട്ടുള്ളത് വരും. ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സൈസ് മാറ്റി മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഇനി ഇതിലുള്ള ഓരോ ടൂൾസ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതാണ് ബ്രഷ് ടൂള്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പെന്ന്, പെൻസില്, കാലിഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഓരോ സെക്ഷനിൽ തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ബ്രഷ് യൂസ് ചെയ്തിട്ടും പല മോഡലിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ബ്രഷ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബ്രഷിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോവാം. അതിൻ്റെ സൈസ് കാര്യങ്ങൾ എത്ര തിക്നെസ്സിൽ വേണമെന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സ്മൂത്ത്നെസ് എത്ര വേണം അതൊക്കെ നമുക്കിവിടുന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ടിക്ക് കൊടുക്കാം. പിന്നെ അതേപോലെ ഒപ്പാസിറ്റി നമുക്ക് ഇവിടുന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഈ ലാസ്റ്റ് വേണം ഒപ്പാസിറ്റീൻ്റെയാണ്. പിന്നെ ഉള്ളത് ഇതാണ്, ഇറേസറാണ്. ഇറേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറേസറിനും ഇതേപോലെ തന്നെ സെയിം ബ്രഷസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെയും സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കളറ്, പെന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളർ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളറിലാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് എഴുതിയെടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിന് മുന്നേ എനിക്കിഷ്ടമുള്ള ഒരു ബ്രഷ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ബ്രഷിൻ്റെ ലിങ്ക് കിട്ടും. അത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ബ്രഷിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതെങ്ങനെയാണ് എൻ്റെ പെയിൻറ്ററിലേക്ക് ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇമേജസ് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും. അതിൽ പെയിൻറ്റർ കൊടുക്കുക. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ടൈപ്പ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം അത് ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ട്രേസ് എടുത്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ടൈപ്പോഗ്രാഫി കിട്ടും. അത് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് എഴുതാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡയറക്റ്റ് എഴുതാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കാം, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. 3D മോഡൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പല മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള 2 മെത്തേഡ് കാണിച്ചു തരാം. ഒന്ന് എങ്ങനെയാണ് പിക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് എഴുതുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിൽ മുകളിലുള്ള 3 ഡോട്ടിൽ പോവുക. ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ഗാലറി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾ ഏത് ഇമേജ് വെച്ചിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്തു. ലെയർ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ടാവും. മഴക്കാലം എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഈ ലെയർ ഓപ്ഷൻ കൊടുത്തിട്ട് പ്ലസ് ഐക്കൺ കൊടുക്കുക. അപ്പോൾ പുതിയൊരു ലെയർ വന്നിട്ടുണ്ടാവും. ആ പുതിയ ലെയറിലാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടിക്കൊക്കെ കൊടുക്കാം. കളറ് നമുക്ക് ബ്ലാക്ക് ചൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒപ്പാസിറ്റിയൊക്കെ നമുക്ക് ഫുള്ള്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ വൈറ്റിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത ലെയറിൽ നമ്മളെങ്ങനെയാണ് എഴുതിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ബ്രഷിൽ പോവുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു ബ്രഷ് സെലക്ട് ചെയ്തെടുക്കണം. ഞാനൊരു ബ്രഷ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ സൂം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെ എഴുതിയാൽ മതി.
അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബ്രഷാണോ വേണ്ട ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മാച്ചായിട്ടുള്ള ബ്രഷൊക്കെ ഉണ്ടാവും, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് തെറ്റിപ്പോയാൽ അത് കളയാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് എഴുതുന്നത് മാത്രമാണ്, ഞാൻ റഫായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് എഴുതിയാൽ മതി. ഞാൻ ബ്രഷിൻ്റെ തിക്നെസ് ഒന്ന് ജസ്റ്റ് കുറയ്ക്കുന്നുണ്ട്, സ്ട്രോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കുറയ്ക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ടൈം ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഞാൻ ഇവർ യൂസ് ചെയ്ത ബ്രഷൊന്നല്ല യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണേൽ ആദ്യത്തെ ഇമേജിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ കുറച്ച് കൊടുക്കാം, അപ്പോൾ ഒന്നും കുറച്ചും കൂടി അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഞാൻ കുറച്ചിട്ടില്ല, ഡയറക്റ്റ് എഴുതുന്നതാണ്. ഞാൻ കാണിച്ചു തരാം ഞാൻ എഴുതിയത് ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിലത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് വരും, അതിൽ ഹൈഡ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയതിൻ്റെ ഇത് കാണിച്ചിരിക്കും. ഏകദേശം എങ്ങനെയാണ് ഉണ്ടാവും. അപ്പോൾ ഞാൻ റഫായിട്ട് എഴുതിയത് കൊണ്ടാണ് അധികം നീറ്റില്ലാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം എടുത്തിട്ട് എഴുതിയാൽ മതി. ഞാൻ സ്പീഡിൽ ചെയ്തതാണ്, ഞാൻ സ്പീഡ് ചെയ്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ടൈം എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. എന്താ ചെയ്തത്, നമ്മളൊരു പിക്ക് ആഡ് ചെയ്യുന്നു, അതിൻ്റെ മുകളിലൂടെ നമ്മൾ എഴുതുന്നു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കളഞ്ഞിട്ട് അല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു എക്സ്ട്രാ ആഡ് ചെയ്ത ലെയർ ഞാൻ കളഞ്ഞു. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു പെന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എഴുതിയതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ഞാനിനി ഇതിൻ്റെ സൈസൊന്ന് കുറച്ചിട്ട് സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വെറുതെ എഴുതിയതാണ്, അപ്പോൾ ഞാൻ ടൈമൊന്നും എടുക്കാണ്ട് സ്പീഡിൽ എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ, ഇതിന് വേണമെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഡിസൈനിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജിൽ വേണമെങ്കിൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ലെയറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഏത് ഇമേജിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ആക്കി സെറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.